എങ്ങനെയുണ്ടായിരുന്നു? ബോളിവുഡ് ടൈംസ് നമ്മ നസ്രീന വ്യത്യസ്ത ഒരു ക്യാരക്ടർ, കാരണം പുള്ളിയുടെ മുമ്പ് കണ്ടിരുന്ന ചിത്രങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ല. ഒരു എന്താ പറയണ്ടത്, ഒരു സംവിധായകനാകാൻ വേണ്ടിയുള്ള ഇപ്പൊ നിലവിൽ വന്ന സംവിധായകർ എങ്ങനെ ഡയറക്ടറാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ആ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ സിനിമക്കുള്ളിലെ സിനിമ നല്ലൊരു തീമാണ് എടുത്തേക്കുന്നത്. അതിന് ഇന്റർവ്യൂല് നല്ല രസമായിട്ട് പടം വന്നിട്ട്, പിന്നെ നസ്രീൻ ഞാൻ പറഞ്ഞാണ് നമുക്കൊരു വ്യത്യസ്ത നസ്രീനെ കാണാൻ വേണ്ടി പറ്റില്ല. നല്ലൊരു സിനിമയാണ്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ബാക്കി പറയാം. പുതിയ അറ്റംപ്റ്റ് ആണ്. ഒരു അറ്റംപ്റ്റ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ബുധനാടതാരത്തിന്റെ പുതിയൊരു വേർഷൻ എടുത്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്റ്റൈലാണ് നന്നായിട്ട്. നസ്രീനൊക്കെ അടിപൊളി കെട്ടാണ്. തുടക്കമൊക്കെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ടൊരു പുതിയൊരു ശൈലിയാണ് പടത്തിന്. നമ്മൾ കണ്ട ഒരു ശൈലിയല്ല, പുതിയൊരു ശൈലിയാണ് പടത്തിന്റെ. ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മേക്കിങ്, നസ്രീൻ അടിപൊളി, ഒന്നും പറയാനില്ല. കാത്തിരിക്കുന്നു അടുത്ത്. ഇല്ല, ലാഗ് ഒന്നും ഇടയ്ക്ക് സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കർ, അങ്ങനെ ഒരു ഫിലിം മേക്കറായിട്ടാണ് നമ്മുടെ നസ്രീൻ ചെയ്യുന്ന. ക്യാമിയോ റോളുകൾ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കോൾഡ് ഡ്രോപ്പ് കുഴപ്പമില്ല. ഇയാളുടെ പഴയ പടം മൂന്നുകൊണ്ട് പോലെ ഇയാള് റിസൾട്ട് മാത്രം അല്ലെങ്കിൽ ടെസ്റ്റിന് അത് മാത്രമേ മോശം കൊടുക്കുന്ന, അതൊക്കെ നല്ല മെസ്സേജ് അല്ല. പൊതുവെ കണ്ടിരിക്കുക. ഒരു ഇന്റൻസിറ്റി ഇല്ല, എന്നാലും കണ്ടിരിക്കുക. ലാഗ് അങ്ങനെയൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്ത എന്റർടൈനർ ആണ്. ഇവിടെ ഈ ഫിലിം മേക്കേഴ്സിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സ് ഒരു ഫിലിം മേക്കറായി മാറാൻ പറ്റും. ആ ഫിലിം മേക്കർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് പോലെ ഫിലിം മേക്കർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ലാഗൊന്നുമില്ല. കുറച്ചൊരു ഇന്റൻസിറ്റി വേണം. ഒരു ഇന്റൻസിറ്റി ഇല്ല, ലാഗൊന്നുമില്ല. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എറണാകുളത്തിലാണ് ഉദയനാധാരം പോലെ ഉദയനാധാരം ആ ഇന്റൻസിറ്റിയെ, ആ ഒരു ഇന്റൻസിറ്റി വരുന്നു. ഉദയനാധാരം പോലെ ഫിലിം മേക്കറിന്റെ സ്ട്രഗിളാണ് കാണിക്കണം. ഉദയനാധാരം ഭയങ്കര ഇന്റൻസിറ്റി ഫിലിമാണ്. അത് ഇന്റൻസിറ്റി വരുന്നത് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫാണ്, ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴാ ഒരു സിനിമ നിൽക്കുന്നത് പക്കാ ഡാർക്ക് ഹ്യൂമർ ഒരു രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഇവന്റ്സ് സിനിമക്കകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മേളമുണ്ട്. അപ്പൊ നമ്മൾ കാണാത്ത ചില സസ്പെൻസ് ആയിട്ടുള്ള ചില ആർട്ടിസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ തന്നെ അങ്ങനെ ഒരു ക്യാമിയോ റോളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ആ മുകുന്ദനുണ്ണിയിൽ കിട്ടിയ അതേ ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ വൈബാണ് സിനിമ മൊത്തം പോകുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമ ആ രീതിക്കാണോ അതോ? സിനിമയ്ക്കുള്ളിലെ സിനിമയുണ്ട്, പക്ഷെ അതിനകത്ത് അദ്ദേഹത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അല്ലാണ്ട് സിനിമക്കാർക്ക് വേണ്ടി മാത്രം കാണാൻ പറ്റുന്നതല്ല. ഇങ്ങനെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അത് ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് പറയാൻ പറ്റില്ല. അതിപ്പോ നമുക്ക് എല്ലാവർക്കും എങ്ങനെ എടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി.